ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രാൻസ് വിസ് പരാഗെ. ആഹാ, അടിപൊളി കളി. നമ്മുടെ എംബാപ്പെ ഇന്ന് തകർക്കുമോ? നമുക്ക് നോക്കാം. ഇന്നത്തെ കളിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് പ്രീ ക്വാർട്ടറാണ്. ഇതിന്ന് കളിച്ച് തോറ്റ് ഒരു ചെറിയ പിഴവ് മൂലം തോറ്റുപോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ടീം പുറത്താവും. അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനും ഭയങ്കര എന്താ പറയുക, പ്രധാനപ്പെട്ട ഒരു കളി കൂടിയാണിത്. പ്രീ ക്വാർട്ടർ നോക്കൗട്ട് മാച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫേവറേറ്റുകളായ, അതായത് ലോകകപ്പ് കിട്ടുമെന്നുള്ള ഫേവറേറ്റുകളായ ഒരു ടീമാണ് ഫ്രാൻസ്. ഇപ്പോൾ ഫ്രാൻസ് ഇന്ന് വിജയിക്കുമോ, അതോ നമ്മുടെ പരാഗെ അട്ടിമറിക്കുമോ? പരാഗ് അത്ര മോശം ടീമൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി ടീം തന്നെയാണ് പരാഗ്. നല്ല പ്രതിരോധവും നല്ല മത്സരങ്ങളിലെല്ലാം, മുന്നുള്ള മത്സരങ്ങളിലെല്ലാം നല്ല മത്സരം കാഴ്ചവെച്ച ടീമാണ്. ഇവർ പരാഗ് ഇതുവരെ വേൾഡ് കപ്പ് ഒന്നും നേടിയിട്ടില്ല. ഫ്രാൻസ് ആണെങ്കിൽ 2018-ലും 1998-ലും വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. കൂടാതെ 2022-ൽ നമ്മുടെ ഫൈനലിൽ വരെ എത്തിയിട്ടുണ്ട്. ഫൈനലിൽ അർജൻറ്റീനയായിട്ടാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മത്സരം. അതൊക്കെ എല്ലാവർക്കും മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പരാഗ് ഫ്രാൻസിനെ അട്ടിമറിക്കുമോ, അതോ ഫ്രാൻസ് സുഖമായിട്ട് ജയിച്ചു പോകുമോ, എന്താ നമുക്ക് നോക്കാം. അങ്ങനെ റഫറി വിസിലൂതി. അതെ, ഫസ്റ്റ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ ആ നിമിഷം മുതൽ നമ്മുടെ ഫ്രാൻസാണ് തകർത്ത് എന്താ പറയുക, പരാഗയുടെ ഗോൾ പോസ്റ്റിലേക്ക് നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. പരാഗയും മോശമല്ല, പരാഗ അതിൻ്റെ മാക്സിമം അല്ല, ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും അവർ പ്രതിരോധം തീർത്തു. അങ്ങനെ നമ്മുടെ എംബാപ്പെ ഇടതുവിങ്ങിലൂടെ മാക്സിമം മുന്നേറ്റങ്ങൾ നടത്താൻ, എന്താ പറയുക, ഒരു നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പന്തം കൊണ്ട് അവിടെ ഗോൾ പോസ്റ്റിലേക്ക് പറക്കുകയാണ് പുള്ളി അമ്മാതിരി. പുള്ളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഇപ്പോൾ എന്താ പറയണ ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടം തന്നെയാണ്. കാരണം മെസ്സിയും പുള്ളിയും തമ്മിലാണ് മത്സരം. ഈ മത്സരത്തിൽ ഗോൾ അടിച്ച് കഴിഞ്ഞാൽ മെസ്സിയുടെ ഒപ്പം എത്തും. രണ്ടുപേരും ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള എന്താ പറയണ പറക്കം പാച്ചിൽ തന്നെയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിലൂടെ നല്ലൊരു ഡിഫൻസ് തന്നെയാണ് പുറത്തായിട്ട് വിട്ടത്. കാരണം മാക്സിമം ശരീരം കൊണ്ടോ എന്ത് കാണിച്ചിട്ടായാലും അവർ തടഞ്ഞ് നിർത്തുകയാണ്. 1-2 അവസരങ്ങൾ ഫ്രാൻസിന് നല്ല രീതിയിൽ കിട്ടിയെങ്കിലും, പക്ഷെ നമ്മുടെ പരാഗയുടെ നല്ല മികച്ച പ്രതിരോധം എന്ന് തന്നെ പറയാം. മികച്ച പ്രതിരോധം കൊണ്ട് തന്നെ അവരത് തടഞ്ഞു നിർത്തി. കൂടാതെ അതേപോലെ തന്നെ പരാഗയും തിരിച്ച് കൗണ്ടർ അറ്റാക്കുകൾ ശ്രമിച്ചു. അതേപോലെ ഫ്രാൻസും തടഞ്ഞു നിർത്തി. അങ്ങനെ ഒരു പരിക്കൻ കളിയിലേക്ക് പോകുമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു കളി. കാരണം വെച്ചാൽ തുടക്കം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം, ഗോൾ നേടുന്നില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് തീരാറായപ്പോൾ നമ്മുടെ ഗോള് വേറെ ഒന്നല്ല, 0-0 തന്നെയാണ് നമ്മൾ അവസാനിച്ചത്. ശരിക്കും ഒരു എന്താകും എന്നുള്ളത്, കാരണം വെച്ചാൽ ഫ്രാൻസിനെ പരാഗെ അട്ടിമറിക്കുമോ? 0-0 നടക്കുന്നു. ഇനി അടുത്ത സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ അത് ഫ്രാൻസ് അടിച്ചാലും പരാഗെ അടിച്ചാലും ഭയങ്കര പ്രഷറായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് തീർന്നു, 0-0 കളി. ആവേശത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലേക്ക്. ഇനി എന്താകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ ആര് ഗോൾ അടിക്കും. അതേപോലെ കഴിഞ്ഞ അർജൻറ്റീന മത്സരം പോലെ എക്സ്ട്രാ ടൈമിലേക്ക് പോകുമോ, എല്ലാം നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് കിടക്കാം. സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും ഫ്രാൻസ് മാക്സിമം ആക്രമണമാണ് നടത്തുന്നത്. കാരണം ഫ്രാൻസിന് ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ എംബാപ്പെ അടക്കം ഭയങ്കര ആക്രമണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരാഗയാണെങ്കിൽ അത് മാക്സിമം പ്രതിരോധിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാഗയും കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു. ഒരു ഗോൾ ആര് നേടും എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും അങ്ങോട്ട് ആക്രമണം. ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഒരു ഗോൾ ആരടിക്കും. കാരണം ആര് അടിച്ചാലും അതാണ് ആ ടീമിനുള്ള വിജയത്തിലേക്കുള്ള ഷൗട്ട്. കാരണം ഒരു ഗോൾ, അതോ മത്സരം സമനിലയിലേക്ക് പോകുമ്പോൾ പരാഗ് സമനിലയായാലും പരാഗിനെ സംബന്ധിച്ച് ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രാൻസിനെ തടഞ്ഞു നിർത്താൻ പറ്റുക എന്നുള്ളതാണ് പരാഗയുടെ ലക്ഷ്യം. അങ്ങനെ നല്ലൊരു കളി തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ മുതൽ നല്ല രീതിയിൽ തന്നെ കളി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തന്നെയായിരുന്നു നടന്നിരുന്നത്. നമുക്ക് 1-2 കൗണ്ടർ അറ്റാക്ക് ഫ്രാൻസിന് നല്ല രീതിയിലുണ്ടായിരുന്നു. പല ഗോളാവുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും, പക്ഷേ ഗോളാവാത്ത രീതിയിൽ തന്നെ പരാഗെ പ്രതിരോധം അത് പിടിച്ചു നിർത്തി. അങ്ങനെ നല്ലൊരു കളിയാണ് കാഴ്ചവെച്ചത്. അങ്ങനെ നല്ല കളി വരുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. 69-70 മിനിറ്റ് 70 മിനിറ്റാണെന്ന് തോന്നുന്നു. 70 മിനിറ്റിലേക്ക് നമ്മൾ കിടക്കുമ്പോഴും സ്കോർ 0-0. അപ്പോഴാണ് നമ്മുടെ ഫ്രാൻസിൻ്റെ യുവതാരം ഡുബെ പന്തുമായിട്ട് ബോക്സിനുള്ളിലേക്ക് അടിപൊളി കുതിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പരാഗെ ഡിഫൻഡർ അത് തടയുന്നതിനിടെ നമ്മുടെ ഡുബെ താഴെ വീണു. വേറൊന്നും വേണ്ട. എല്ലാവരും പെനാൽറ്റി എന്ന പ്രതീക്ഷയെങ്കിലും പ്ലേ ഓൺ തന്നെ പറഞ്ഞു. കളി തുടരാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ തന്നെ VAR പറഞ്ഞെങ്കിലും നമ്മുടെ VAR റഫറി വിളിച്ച് ചെക്ക് ചെയ്തപ്പോഴാണ് അത് നേരെ പെനാൽറ്റിയിലേക്ക് ചൂണ്ടിക്കാണിച്ചത്. ദ സ്റ്റേഡിയം പ്രകമ്പനം കൊള്ളുമോ, എന്താ പറയുക, മുഴുവൻ ആവേശം. നമ്മുടെ ആര് പിന്നും എംബാപ്പെ വരുമോ, എംബാപ്പെ ഗോൾ അടിക്കുമോ. അങ്ങനെ ഫ്രാൻസിന് നല്ലൊരു പെനാൽറ്റിയാണ് കിട്ടിയത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും ഡുവേനെ തടഞ്ഞു നിർത്തി മൂലം ഡുവെ
വീണേന് പാരിതോഷികമായി കിട്ടിയത് എന്താ പറയണെ ഒരു അവാർഡ് തന്നെയാന്ന് പറയാം. ഫ്രാൻസിന് കിട്ടിയ ഒരു പെനാൽറ്റി നമ്മുടെ എംബാപ്പെ വരെയാണ്. സ്റ്റേഡിയം ആകെ ആവേശത്തിലും നമ്മളും ആകെ ആവേശത്തിലും കളി കാണുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം ഒരു ഗോൾ എന്നുള്ളത് ഒരു സ്വപ്നം തന്നെയാണ്. ഒരു ടീമിൻ്റെ നിലനിൽപ്പിനായി ഈ ടീം ഗോൾ അടിച്ചില്ലെങ്കിൽ ഇത് ഫ്രാൻസിൻ്റെ പുറത്തേക്കുള്ള വഴിയാകുമോ? അതോ എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ എംബാപ്പെ പന്തെടുക്കുകയാണ്. ഓടിച്ചെന്ന് ഒരൊറ്റയടി. അതെ ഫ്രാൻസ് 1-0 ഫ്രാൻസ് 70-ാം മിനിറ്റിൽ മുന്നിലെത്തി. അങ്ങനെ കളി തീരാൻ നിസ്സാര വെറും 20 മിനിറ്റ് ബാലൻസ് ഉള്ളപ്പോൾ 70-ാം മിനിറ്റിൽ നമ്മുടെ എംബാപ്പെ പെനാൽറ്റി അടിയിൽ ഗോൾ നേടി. കൂടാതെ നമ്മുടെ ഈ ഗോളോടുകൂടി നമ്മുടെ മെസ്സിയുടെ ഒപ്പം എത്തുകയും ചെയ്തു. അങ്ങനെ ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടം രണ്ടുപേരും തമ്മിൽ നല്ല തുടങ്ങുകയല്ല അവർ പോരാട്ടം തുടക്കം മുതലാണ്. ഒരാൾ 3 അടിക്കും, ഒരാൾ 2 അടിക്കും. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് എംബാപ്പയും നമ്മുടെ മെസ്സിയും പുറകെ ഗോളടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ബൂട്ട് ആര് നേടും, വേൾഡ് കപ്പ് ആര് നേടി? ഈ 2 ടീമുകളും കഴിഞ്ഞ തവണത്തെ പോലെ തിരിച്ചും പിന്നെയും വേൾഡ് കപ്പിൽ ഫൈനലിലെത്തുമോ? എന്തായാലും നമുക്ക് കളി നല്ല മത്സരമായിരുന്നു. അങ്ങനെ 70-ാം മിനിറ്റിൽ നമ്മുടെ എംബാപ്പെ പെനാൽറ്റി ഗോളോടുകൂടി ഡുവേനെ മറിച്ചിട്ടതിന് മൂലം ഡിഫൻഡർക്ക് വിളിച്ച പെനാൽറ്റി മൂലം നമ്മുടെ എംബാപ്പെ 1-0 ഗോൾ അടിച്ചിരിക്കുന്നു. അങ്ങനെ 70-ാം മിനിറ്റിൽ പിന്നീട് നമ്മുടെ സമനില ഗോൾ നേടാൻ വേണ്ടി പരാഗയുടെ തീർത്തും പരാഗെ എങ്ങനെയെങ്കിലും ഗോൾ അടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ പരാഗെ ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ നല്ലൊരു പ്രതിരോധം തന്നെ നമ്മുടെ ഫ്രാൻസിൻ്റെ ഡിഫൻഡർമാർ കാഴ്ചവെച്ചു. കാരണം പരാഗെ നല്ല രീതിയിൽ ആക്രമണം അയച്ചു വിടുകയായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിക്കണം, സമനിലയിലെത്തണം. 70-ാം മിനിറ്റ് വേറെ 20 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ കളി തീരാറായി. അങ്ങനെ നമ്മുടെ റഫറി വിസിലൂതി. അതേപോലെ തന്നെ സംഭവിച്ചു. അതെ 1-0 ഫ്രാൻസ് നമ്മുടെ സെക്കൻഡ് ക്വാർട്ടറിലേക്ക് കടന്നു. അങ്ങനെ ഫ്രാൻസിൻ്റെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം നിലനിർത്തിക്കൊണ്ട് ക്വാർട്ടറിലേക്ക് കടന്നു. അങ്ങനെ ഇനി വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റുകളായ, അതായത് വേൾഡ് കപ്പ് കിട്ടുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ടീമുകളിലൊന്നാണ് ഫ്രാൻസിലെ മെയിൻ താരം എംബാപ്പയാണ് ടീമിനെ. എംബാപ്പയിൽ ഒരുപാട് നല്ല താരങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ലോകോത്തര താരങ്ങളുള്ള ടീമാണ് ഫ്രാൻസ്. അതേപോലെ പരാഗയിൽ അതിന് മാത്രമില്ല താരങ്ങളൊന്നുമില്ല. ഒരിക്കലും കണ്ട അവർ ക്വാർട്ടറിലെത്തിയത് മാത്രമാണ് ഇത്ര വലിയ സംഭവമായിട്ടുള്ളൂ. പക്ഷേ അവരെല്ലാ വേൾഡ് കപ്പിലും അവർ കളിക്കും. അതാണ് അവരുടെ പ്രത്യേകത. എല്ലാ വേൾഡ് കപ്പിലും അവർ നമ്മൾ ഈ പറയും പോലെ ക്രിക്കറ്റിലൊക്കെ പറയും പോലെ ബംഗ്ലാദേശ് എന്നൊക്കെ പറയും പോലെ അതേപോലെ ഒരു ടീമാണ് ബംഗ്ലാദേശ്. എല്ലാ വേൾഡ് കപ്പിലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അത്യാവശ്യം. പക്ഷേ വേൾഡ് കപ്പ് ഇതൊന്നും കിട്ടിയിട്ടില്ല. എന്താ പറയണേ, നമ്മൾ ജസ്റ്റ് ഒരു ക്വാർട്ടർ വരെ അല്ലെങ്കിൽ കുറച്ച് വരെ പോകും. അത് കഴിഞ്ഞ് അവർ പോകും. ചിലപ്പോൾ എന്താ പറയുക, അതിൽ കൂടുതൽ പോകാൻ പറ്റിയിട്ടില്ല അവർക്ക്. അങ്ങനെ നമ്മുടെ പരാഗെ വീട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ ഫ്രാൻസ് എടുത്തു കൊടുത്തു. അങ്ങനെ പരാഗെ മടങ്ങി. അങ്ങനെ ഫ്രാൻസ് നമ്മുടെ ക്വാർട്ടറിലേക്ക് കടന്നു. അങ്ങനെ ക്വാർട്ടറിൽ ഇനി അടുത്ത മത്സരം വരുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല ക്വാർട്ടർ ആകുമ്പോഴേക്കും കിടിലൻ ടീമുകൾ മാത്രമേ ഉള്ളൂ. വെറും 16 ടീമുകളാവും. 16 ടീമുകൾ ക്വാർട്ടറിൽ വമ്പൻ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇനി വേൾഡ് കപ്പിലെ ഫേവറേറ്റുകൾ തന്നെയായ എംബാപ്പെ ആൻഡ് ടീം നമ്മുടെ ക്വാർട്ടറിലേക്ക് കടന്നു. അങ്ങനെ മത്സരം 1-0 അവസാനിച്ചു. ഈ കളീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ആവേശം നിറഞ്ഞ കളി തന്നെയായിരുന്നു. നമ്മൾ അത്ര എളുപ്പമായിരിക്കില്ല ഫ്രാൻസിൻ്റെ വിജയമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം പരാഗെ നിസ്സാര ടീമല്ല പരാഗെ നല്ല പ്രതിരോധം, ലോകോത്തര താരങ്ങൾ ഇല്ലെങ്കിൽ തന്നെ അവർ നല്ല കളിക്കാരാണ്. ഒരു ദിവസം മതി ഒരു അട്ടിമറിക്കണം എന്ന് അട്ടിമറിക്കാൻ ഒരവസരം കിട്ടി അട്ടിമറിക്കുകയും ചെയ്യും. അങ്ങനത്തെ നല്ലൊരു ടീം തന്നെയാണ് പരാഗെ. കൂടാതെ പരാഗെ നല്ല രീതിയിൽ കളിച്ചു. ഫസ്റ്റ് ഹാഫ് 0-0 പിടിച്ചു നിർത്തി. സെക്കൻഡ് ഹാഫിൽ ഒരു പെനാൽറ്റി കിട്ടിയത് മൂലം മാത്രമാണ് നമ്മുടെ എംബാപ്പെ ഗോളടിച്ച് നമ്മുടെ ഫ്രാൻസിന് വിജയവും നേടാൻ കഴിവരിച്ചത്. എന്തായാലും വളരെ നല്ലൊരു കളിയായിരുന്നു. കളി പറയാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. അപ്പോൾ പുതിയ വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ ടാറ്റാ, ബൈ.